കേരള രജിസ്ട്രാർക്കെതിരെ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളെന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ. അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. സസ്പെൻഷൻ ശിക്ഷാ നടപടി അല്ല, അന്വേഷണ ചുമതല സിൻഡിക്കേറ്റിന് തന്നെയാണ് എന്നും VC ജനം ടിവിയോട് പറഞ്ഞു. മാറ്റി നിർത്തുന്നത് തെളിവ് നശിപ്പിക്കുമെന്നതിനാൽ ആണ് എന്നും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം VCക്ക് ഉണ്ട് എന്നുമാണ് ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. അതായത് ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. സസ്പെൻഷൻ ഒരിക്കലും പണിഷ്മെന്റ് അല്ല. നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ കുട്ടികൾ സ്കൂളുകൾ ചെയ്യുന്ന പോലെയല്ല. ഗവൺമെന്റ് സർവീസിൽ സസ്പെൻഷൻ ഒരിക്കലും പണിഷ്മെന്റ് അല്ല. അപ്പൊ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അന്വേഷണ ചുമതല സിൻഡിക്കേറ്റിനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് അന്വേഷിക്കാം, എന്നിട്ട് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കാം, ശിക്ഷിക്കാതിരിക്കാം. മാറ്റി നിർത്താനുള്ള കാരണം ഇപ്പോൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ അതിന്റെ എവിഡൻസുകളൊക്കെ അദ്ദേഹം നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഗവൺമെന്റ് എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുന്ന കാലത്ത് ചെയ്യുന്ന ഒരു നിയമം തന്നെയാണ്. പിന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം VCക്കുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശാലിനിയാണ് നമുക്കൊപ്പം ഉള്ളത്. ശാലിനി, എന്തൊക്കെ കാര്യങ്ങളാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ചൂണ്ടിക്കാട്ടുന്നത്? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെയാണ് ഈ ഒരു വിഷയത്തിൽ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: ഈ ഒരു ചട്ടം പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് ഇന്നലെ താൻ ഇറക്കിയത് എന്നുള്ളതാണ്. അതായത് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് എല്ലാ രീതിയിലുള്ള നിയമ സംവിധാനങ്ങളും പാലിച്ചുകൊണ്ടാണ്. അതിലൊരു രീതിയിലുമുള്ള തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്നു മുതൽ 5 ദിവസത്തേക്ക് അവധിയിലാണ്. റഷ്യയിലെ ഒരു ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ടേക്ക് വിദേശ യാത്രയിലാണ്. ആ യാത്രയ്ക്ക് മുൻപാണ് ജനം ടിവിയുടെ അദ്ദേഹം ഫോണിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: ഈ രജിസ്ട്രാറെ ആ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന അതൊരു ശിക്ഷാ നടപടിയായി കാണേണ്ടതില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ കൃത്യമായി അന്വേഷിക്കണം. ആ അന്വേഷിക്കേണ്ടുന്ന സമയത്ത് അന്വേഷണ പരിധിയിൽ പെടുമ്പോൾ രജിസ്ട്രാർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ പറയുന്നത്. അതായത് അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ അത് നിയമപരമായി അന്വേഷണത്തെ ബാധിക്കും. ഒപ്പം തന്നെ തെളിവുകളടക്കം നശിപ്പിക്കാനും ഒപ്പം കൂടുതൽ ഇടപെടലുകൾ അവിടെ ഉണ്ടായിരുന്ന സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുമായിട്ടൊക്കെ ഇടപെടൽ നടത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് VC പ്രതികരിച്ചിട്ടുള്ളത്. അന്വേഷണം നടത്താൻ സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം. കുറ്റക്കാരനാണെങ്കിൽ മറ്റ് നടപടികൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് VC ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുമുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ നടന്ന കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ സർവകലാശാല ആസ്ഥാനത്ത്, കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടകരുടെ മോശമായി പെരുമാറുന്നതിനൊപ്പം തന്നെ സംഘാടകർ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി രജിസ്ട്രാർ ഏർപ്പെടുത്തിയിരുന്നു. അതുമാത്രമല്ല, കൂടാതെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായി. കൂടാതെ തന്നെ രാജ്ഭവനിൽ വിളിച്ച് ഈ പരിപാടി റദ്ദ് ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചു. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങളും വീഴ്ചകളുമാണ്. താൻ നടപടി സ്വീകരിച്ചത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ്, അതായത് സർവകലാശാല നിയമം അനുസരിച്ചുകൊണ്ടാണ് ഈ നടപടികൾ രജിസ്ട്രാർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പൂർണ്ണ അധികാരം തനിക്ക് നിക്ഷിപ്തമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെളിവുകളടക്കം അദ്ദേഹം നിരത്തുകയും ചെയ്യുന്നുണ്ട്. 74-ലെ സർവകലാശാല നിയമം, അതിലെ ആക്ട് 10-13 പ്രകാരം, 13 ക്ലാസ് പ്രകാരമാണ് താൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ് VC പറയുന്നത്. അതേസമയം VC വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ VC സ്വീകരിച്ച നടപടി ക്രമവിരുദ്ധമല്ല, അല്ലെങ്കിൽ നടപടി വിരുദ്ധം തെറ്റായ നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ SFI പ്രവർത്തകരടക്കമുള്ളവർ രജിസ്ട്രാർ ഇവിടേക്ക് എത്തിയപ്പോൾ രജിസ്ട്രാറെ ഭരണഘടനയുടെ ആമുഖം നൽകി സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരികെ ചുമതലകളിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള നിയമ പ്രശ്നങ്ങളിലേക്കും നിയമ കാര്യങ്ങളിലേക്കും ഒക്കെയാണ് ഈ ഒരു ഉത്തരവ് വഴിവെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമ നടപടിയുമായി സസ്പെൻഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ആ ഉത്തരവിനെതിരെ നിയമ നടപടികളായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് രജിസ്ട്രാർ പറയുന്നത്. അതേസമയം തന്നെ നിയമ നടപടിയുമായി താനും നീങ്ങുമെന്നുള്ളതാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേലും അറിയിക്കുന്നത്. രാഖി.